പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. പ്രിയ മക്കളെ, സാത്താന് നമ്മൾ ഇടം കൊടുക്കരുത്. നാം പ്രാർത്ഥനയിൽ എപ്പോഴും മുറ്റിരിക്കുകയാണെങ്കിൽ, അതായത് പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നവരായി ഇരിക്കുകയാണെങ്കിൽ സാത്താൻ അതിൽ കടന്നു വരുവാൻ സാധ്യമല്ല. പ്രാർത്ഥനയെ കൂടുതലായിട്ട് വെറുക്കുന്നു. അതായത് ആത്മീയ കാര്യത്തിൽ നാം പങ്കെടുക്കുമ്പോൾ അതിനെ വെറുക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് സാത്താൻ. അതുകൊണ്ട് പ്രാർത്ഥന ഒരു ആത്മീയ മനുഷ്യൻ്റെ കൂടെ ഉള്ളതാ. പ്രാർത്ഥനയില്ലാതെ നമ്മുടെ ഒരു കാര്യവും നേടിയെടുക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ആ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുകയും സ്തോത്രത്തിൽ ജാഗരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാത്താൻ വേറൊരു വഴി നമുക്ക് ഒരുക്കി തരും. നീ പ്രാർത്ഥിക്കാൻ ഇരിക്കാതിരിക്കത്തക്കവണ്ണം എന്തെങ്കിലും തന്ത്രങ്ങൾ കൊണ്ടുവരും. അതായത് നമുക്ക് പുറത്തു പോകുവാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണുവാനോ ഒക്കെ ആ ഒരു ജിജ്ഞാസ നമുക്ക് വരും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നവരായിരിക്കണം. നമ്മൾ അത് തിരിച്ചറിയണം. ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടുന്ന സമയം നമ്മൾ മറ്റുള്ളതിന് വേർതിരിക്കുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണം. നമ്മുടെ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ സമയം നമ്മിൽ നിന്നും മാറിപ്പോകുന്നതെന്ന് നാം ചിന്തിക്കണം. ഇവിടെ പറയുകയാണ്, സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളെ അത് മനസ്സിലാക്കി വേണം നാം മുന്നോട്ട് പോവാൻ. ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ നമ്മെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കണം. ഒരു വ്യക്തിയുടെ ജീവിത ശൈലി മാറണമെങ്കിൽ പ്രാർത്ഥനാ ജീവിതം അനുഗ്രഹമായി കൊണ്ടുപോയാൽ മതി. ഹല്ലേലൂയ. അവിടെ ഒന്നും സാത്താന് പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. നമ്മൾ പ്രാർത്ഥനയിൽ മുൻതൂക്കം കൊടുക്കുകയാണെങ്കിൽ. നോക്കൂ, ശൗൽ ക്രിസ്തീയ മാർഗക്കാരെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി മഹാപുരോഹിതന്റെ കയ്യിൽ നിന്ന് അധികാരപത്രമൊക്കെ വാങ്ങി പുറപ്പെട്ടതാ. പക്ഷെ അവന് സംഭവിച്ചത്, അതായത് ദമസ്കോസ് എന്ന പട്ടണത്തിന്റെ പടിവാതിൽക്ക് വെച്ച് സ്വർഗീയ പ്രകാശം, ഹല്ലേലൂയ, നോക്കൂ, അത് പിടിപെട്ട് നിലത്തു വീണു. ദൈവശബ്ദം കേട്ട് ജീവിതത്തിൽ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ജീവിത ശൈലി മാറി. പ്രാർത്ഥനയിൽ ഹല്ലേലൂയ മുൻപന്തിയിൽ കാണുവാനിടയായി. നോക്കൂ, സാത്താൻ നമ്മെ തോൽപ്പിക്കുവാൻ പല തന്ത്രങ്ങളും കൊണ്ടുവരും. അതിനെയൊക്കെ തരണം ചെയ്ത് ജീവിക്കുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി നമ്മിലൂടെ ചെയ്തെടുക്കുവാൻ നമുക്ക് സാധിക്കും. പിന്നീട് നമുക്ക് ശൗലിനെ പിന്നെ പൗലോസായിട്ട് എവിടെയെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ ആവശ്യബോധത്തോടെ നാം ചെയ്യണം. അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കി നടക്കുന്ന ഒരുവന്റെ കയ്യിൽ നമ്മൾ അകപ്പെടരുത്. പ്രാർത്ഥനയിൽ നാം ഉറ്റിരിക്കുന്നവരായി, അതായത് മുമ്പേ പറഞ്ഞതുപോലെ സമർപ്പിക്കുന്നവരായി, ഏകാഗ്രതയോടെ നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി. ആദ്യ സമയങ്ങളൊക്കെ വളരെ നമ്മൾ ആവേശത്തോടെ നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ കടന്നു പോവുകയും പ്രാർത്ഥനയ്ക്ക് സമയങ്ങൾ കണ്ടെത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴെന്താ, അതിൽ നിന്നൊക്കെ കുറഞ്ഞുപോയി. പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സമയം കൂടുതലായിട്ട് ചെലവാക്കുന്ന. ഹല്ലേലൂയ. അതൊക്കെ നോക്കിയാ സാത്താൻ ഇടയിൽ കളവിതറും. ഹല്ലേലൂയ. ഇച്ചിരി സമയം കിട്ടുമ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ മധ്യത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ അപ്പനുമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്ന് നമ്മളെങ്ങ് മാറ്റി നിർത്താൻ നോക്കും. നോക്കൂ, സാത്താൻ്റെ ലക്ഷ്യം അതാ. നമ്മെ പ്രാർത്ഥനയിൽ നിന്ന് ആ ലഭിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇല്ലാതാക്കുവാൻ വേണ്ടി തന്ത്രങ്ങൾ പലതും കൊണ്ടുവരും. ലൂക്കോസിൽ സൂക്ഷിച്ച് അതുകൊണ്ട് 18:1 പറയുന്നത്, പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് മടുപ്പ് വരാം, പക്ഷേ നിങ്ങൾ മടുത്തു പോകരുത്. പ്രാർത്ഥനയ്ക്ക് വേണം നിങ്ങൾ മുൻതൂക്കം കൊടുക്കുവാൻ. ഉള്ളിൽ കടന്നു വരുന്ന ആ ക്ഷീണാവസ്ഥകളെയൊക്കെ നാം തരണം ചെയ്ത് പ്രാർത്ഥനയിൽ മുന്നേറണം. നമുക്ക് എന്തെങ്കിലും ഒരു രോഗം വരും, ഒരു തലവേദന വന്നാൽ അന്നത്തെ പ്രാർത്ഥന നമ്മിൽ നിന്ന് കുറയും. ഹല്ലേലൂയ. അതൊക്കെ സാത്താൻ്റെ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു, നമ്മൾ പിന്നീട് ആ സമയം അതിലേക്ക് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
പ്രാർത്ഥനയ്ക്ക് നമ്മൾ സ്വല്പസമയം വെറുതെ ഒന്ന് അല്ലല്ലേ പ്രാർത്ഥിച്ചു എന്ന് പറയുവാൻ വേണ്ടി മാത്രം. പ്രിയ മക്കളെ, ലൂക്കോസ് സുവിശേഷം 11:9 പറയുന്നുണ്ട്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ഹല്ലേലൂയ. നോക്കൂ, നമുക്ക് ഉദ്ദേശിച്ചത് ലഭ്യമാകണമെങ്കിൽ പ്രാർത്ഥനയിൽ അതായത് യാചനയും അന്വേഷണവും കണ്ടെത്തലും എല്ലാം നടന്നെങ്കിലേ പറ്റുകയുള്ളൂ. പ്രിയ മക്കളെ, അതൊന്നും ചെയ്യാൻ സമ്മതിക്കാതെ വേറെ മാർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. പക്ഷെ നാം അതൊക്കെ തിരിച്ചറിയണം. ഇവയിൽ നാം തളർന്നു പോകാതെ മുട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, അപ്പനുമായിട്ട് എപ്പോഴും നമ്മൾ കൂടെ നിൽക്കുന്ന അവസ്ഥയിലേക്കായിരിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമ്പോൾ നമ്മൾ സംശയം കൂടാതെ അപ്പൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് മറുപടി ലഭിക്കുന്നത്. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. പ്രിയ മക്കൾ, ഈ ദിവസങ്ങളിൽ നമ്മൾ നിലവിളിക്കുമ്പോൾ ദൈവശബ്ദം നമുക്ക് കേൾപ്പാനിടയാം. അപ്പൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമുക്കത് മറുപടി നൽകിത്തരും. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ ഉടനെ നമ്മൾ മറ്റുള്ള വഴികൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൻ്റെ സന്നിധി ഇരുന്ന് അതിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ നമ്മൾ സമയം കൊടുക്കാതെ വേറെ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു. പ്രാർത്ഥനയെ നാം ജാഗരിക്കണം. പ്രിയ മക്കളെ, യേശു പ്രാർത്ഥനാ സമയത്ത് കൂടുതലും ഒറ്റയ്ക്കാ ചെലവഴിച്ചത്. ഹല്ലേലൂയ. ശിഷ്യന്മാർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും യേശു പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതായത് ഹല്ലേലൂയ, സാത്താനിൽ നിന്ന് വിടുവിക്കുവാൻ പിശാചിനാൽ ഹല്ലേലൂയ പലപ്പോഴും നമ്മുടെ അപ്പൻ ഹല്ലേലൂയ സമയങ്ങൾ പിശാചിനാൽ ഹല്ലേലൂയ സമയങ്ങൾ ചിലവഴിക്കുവാനൊക്കെ ഹല്ലേലൂയ പോയിട്ടുള്ളൂ. പക്ഷേ പിശാച് പല തന്ത്രങ്ങളും യേശുപ്പൻ്റെ അടുക്ക കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ജയിച്ചടക്കിയ അപ്പനിലാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. അതായത് നമ്മളെ തകർക്കുവാൻ നോക്കുന്നു, അതിലുപരി നമ്മുടെ യേശുപ്പനെയും തകർക്കുവാൻ നോക്കിയതാ. പിന്നെ നമ്മോട് അടുത്തു വരത്തില്ലേ? നാം അതിനെയൊക്കെ മറികടന്ന് ജീവിക്കണമെങ്കിൽ യേശുവുമായിട്ടുള്ള നല്ല ബന്ധം നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ ഹല്ലേലൂയ ഇപ്പം വളരെയധികം ക്ഷീണാവസ്ഥയിലൂടെ കടന്നു പോന്നു. പ്രാർത്ഥിക്കേണ്ടുന്ന സമയം നമ്മൾ കണ്ടെത്തുന്നില്ല. പ്രിയ മക്കളെ, മാനുഷികമായി നാം നോക്കുമ്പോൾ എപ്പോഴും ക്ഷീണാവസ്ഥയിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ കൂടിയാണ് പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നത്. ഇത് നമ്മൾ പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കണം. പ്രിയ ദൈവമക്കളെ, കർത്താവുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ അന്നറിയുന്ന അപ്പൻ, ഏത് വേണമെന്ന് അറിയുന്ന അപ്പൻ നമുക്ക് മറുപടി നൽകി തരും. ഉത്സാഹത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമഹത്വം വെളിപ്പെടുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9:29 പറയുന്നുണ്ട്, മറുരൂപമലയുടെ പ്രാർത്ഥനയിൽ അവിടുത്തെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, വസ്ത്രം വെളുത്ത് വെണ്മയായി മാറി. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ സ്വർഗ കവാടങ്ങൾ തുറക്കും. ഹല്ലേലൂയ. നോക്കൂ, പ്രാർത്ഥനയിൽ ലൂക്കോസ് സുവിശേഷം 3:21 പറയുന്നുണ്ട്, യോർദാൻ നദിയിൽ സ്നാനമേൽക്കുമ്പോൾ താൻ പ്രാർത്ഥനയിൽ സ്വർഗം തുറന്നു പ്രാർത്ഥിക്കയിൽ. ഹല്ലേലൂയ. പല സംഭവങ്ങളും നടക്കുന്നത്, പല ദർശനങ്ങളും വെളിപ്പാടുകളും ഒക്കെ ഹല്ലേലൂയ ലഭിക്കുന്നതെല്ലാം പ്രാർത്ഥനയിൽ കൂടിയാണ്. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടിയായി തീരും. ഇവിടെ പറഞ്ഞതുപോലെ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. നമ്മിൽ നിന്ന് സമയം കവർന്നെടുത്ത് പല ചിന്താഗതികളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നാം അത് മനസ്സിലാക്കണം. നമ്മുടെ പ്രാർത്ഥന സ്തോത്രത്തോടു കൂടി ഹല്ലേലൂയ ആയിരിക്കും. പ്രീതി മക്കളെ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, അതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ഭാരം വന്നാലും പ്രയാസം വന്നാലും രോഗം വന്നാൽ എല്ലാത്തിനും സ്തോത്രം ചെയ്ത് കർത്താവിൻ്റെ സന്നിധി നമ്മൾ ആയിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ള മാർഗം തേടിപ്പോകാതെ യേശുവിൻ്റെ പാദപീഠത്തിലിരിക്കുക. അവിടെ നമുക്ക് ഹല്ലേലൂയ മറുപടി നൽകി തരും. ഹല്ലേലൂയ. അതായത് കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, വാക്കിനാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പിൻ. പ്രീതി മക്കളെ, നമുക്ക് അപ്പൻ്റെ കാര്യങ്ങൾ നമ്മെ സമർപ്പിക്കാം.
സമർപ്പിക്കാം. കർത്താവെ, എന്നെ സഹായിക്കണമേ. എൻ്റെ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരണമേ. സാത്താന്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് ജീവിപ്പാനുള്ള കൃപ തരണമെന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവെ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ വലിയ വിടുതൽ, ഹല്ലേലൂയ, സമയങ്ങൾ അപ്പന് വേണ്ടി വേർതിരിക്കുവാൻ, ഉപവാസത്തോട് പ്രാർത്ഥനയോടൊക്കെ ആയിത്തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണം അപ്പാ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.